ഹായ്. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളടക്കം 3 സിനിമകളടക്കം മൊത്തം 6 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അജിത്തിന്റെ പ്രതീക്ഷയോടുകൂടി വന്ന സിനിമയായിരുന്നു, തമിഴ് സിനിമയായിരുന്നു. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയായിരുന്നു വിടാമുയർച്ചി എന്ന് പറഞ്ഞ സിനിമ. ആദ്യ ദിവസങ്ങളിലെ കളക്ഷനൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വലിയ കളക്ഷൻ ഇടിവാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു ദിവസം 1 കോടിക്ക് മുകളിൽ പോലും വേൾഡ് വൈഡ് കളക്ഷൻ നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ സത്യാവസ്ഥ എന്നുള്ളത്. 130 കോടി ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമയുടെ കളക്ഷൻ എന്നുള്ളത്. 150 കോടിയെങ്കിലും നേടാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ 180 കോടിയിലേക്ക് എത്താൻ വളരെ ചാൻസ് കുറവാണ്. ഒരു വൻ പരാജയമാണ് ഈ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. വിടാമുയർച്ചയാണ് അജിത്തിന്റെ വിടാമുയർച്ചയാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വൻ പരാജയം തന്നെയാണ്. വിക്കി കൗശാൽ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹിന്ദി മൂവിയാണ് ചാവ എന്ന് പറഞ്ഞ സിനിമ. കളക്ഷൻ നേടി വലിയൊരു കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മികച്ച കളക്ഷനാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കുന്നത്. 280 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഇന്നോടുകൂടി ഈ സിനിമ 300 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയൊരു വിജയം തന്നെയാണ് ചാവ എന്ന ഈ ഒരു സിനിമ ബോളിവുഡിൽ നേടിക്കൊണ്ടിരിക്കുന്നതാണ്. സജിൻ ഗോപു, അനശ്വരാജ് എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഫഹദ് ഫാസിൽ നിർമ്മിച്ച സിനിമയായിരുന്നു പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇപ്പോൾ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. തിയേറ്ററിൽ പരാജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഏകദേശം 3.5 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണല്ലോ ബ്രൊമാൻസ് എന്ന സിനിമ. കളക്ഷനിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ സിനിമ തന്നെയാണ്. കേരള ഗ്രോസ് കളക്ഷനായിട്ട് 7 കോടിക്ക് അടുത്തും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് 13-15 കോടിക്ക് അടുത്തുമാണ് ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷനായിട്ട് ഇപ്പോൾ നേടിയിട്ടുള്ളത്. പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ ആന്റണി വർഗീസ് വെപ്പ നായകനായി വന്ന ആക്ഷൻ സ്പോർട്സ് ഡ്രാമ മൂവിയായിരുന്നു ദാവീദ് എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 9 കോടി 12 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തോടുകൂടി അതൊരു 10 കോടിക്ക് മുകളിൽ പിന്നെ കളക്ട് ചെയ്യുന്നുള്ളത് ഏകദേശം ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 10 കോടിക്ക് മുകളിലാണ്. നല്ലൊരു വിജയം തന്നെയാണ് ആന്റണി വർഗീസ് വെപ്പയുടെ നായകനായിട്ട് വന്ന ദാവീദ് എന്ന സിനിമ നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ഷാഹി കബീറിന്റെ തിരക്കഥയിൽ ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോവൻ, പ്രിയാമണി എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ആക്ഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒരു എക്സ്ട്രാ പോസിറ്റീവ് എന്ന് തന്നെ പറയാം, അഭിപ്രായങ്ങൾ റിവ്യൂ എന്ന് തന്നെ പറയാം. ബുക്കിംഗ് വലിയ രീതിയിലാണ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ആദ്യ ദിവസത്തെ കളക്ഷൻ നോക്കിയാൽ 1 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. വേൾഡ് വൈഡ് 3 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ഗ്രോത്ത് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. കുഞ്ചാക്കോവന്റെ കരിയറിലെ ഏറ്റവും മികച്ച തുടക്കം തന്നെയായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ പിന്നെ ഗ്രോത്ത് കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ സിനിമകളൊക്കെ നിങ്ങൾ തിയേറ്റർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.